ഹലോ ഫ്രണ്ട്സ്, കല്ലൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. എന്താണെന്ന് നോക്കിയാലോ. നമ്മളിന്നൊരു കോളിഫ്ലവറിൻ്റെ പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് എടുക്കാം. ഇത് കഴുകി എടുക്കാൻ വേണ്ടിയേ മഞ്ഞയിട്ട വെള്ളത്തിലിടണമല്ലോ. അപ്പം ഞാൻ മഞ്ഞയിട്ട് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് കേട്ടോ. എന്നിട്ട് അതിലോട്ടാണ് ഇട്ട് കൊടുത്തത്. കാരണം ഇതിൽ വലിയ പുഴുക്കളൊക്കെ കാണുമല്ലോ. ഇത് കുഞ്ഞു പുഴുവുണ്ട്, പക്ഷേ ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു വലിയ പുഴു കിട്ടി. അപ്പോൾ എന്തായാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചത്തു പോട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ ഇതൊക്കെ അങ്ങ് പോട്ടെ എന്ന് വെച്ച് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളത്തിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ കപ്പിൽ തന്നെ 1 കപ്പ് കോൺഫ്ലവറിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്. ഇത് കടല മാവാണ് 1 കപ്പ്. അപ്പോൾ എൻ്റെ മുളക് പൊടിയോടെ പോയി ഞാൻ ഇവിടെ മുളക് പൊടി വെച്ചിരുന്നല്ലോ. നമുക്ക് എരിവിനൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എരിവ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ടീസ്പൂണ് ഇട്ട് കൊടുത്തു. കാരണം അധികം എരിവുണ്ടെങ്കിൽ കല്യാണിക്കും കേസിനൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് കുറച്ച് എരിവ് തന്നെ ഇട്ട് കൊടുത്തോളൂ. എടാ കേശു, വന്ന് ക്യാമറ ഇതിനിടയ്ക്ക് ഒന്ന് തട്ടിയിട്ടു. എൻ്റെ ഡിസ്പ്ലേയും കൂടി പോകുമായിരുന്നു. എങ്കിൽ ഇന്നത്തോടെ വീഡിയോ എടുപ്പിന് അവസാനമാകുമായിരുന്നു. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തേ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു കുറുക്ക് പരുവത്തിലാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ആവണ്ട, എന്നാൽ തീരെ കട്ടിയും വേണ്ട എന്നുള്ള രീതിക്ക് നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം. കേശിനൊന്നും പിടികിട്ടാതെ നോക്കി നിൽക്കരുത് കേട്ടോ, ഇവിടെ എന്താണ് നടക്കണതെന്ന്. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഞാൻ കോളിഫ്ലവർ കുറച്ച് 4-5 വെള്ളം കഴുകി എൻ്റെ വെള്ളമൊക്കെ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ മസാല എല്ലാം കൂടി അതിൽ ഒഴിച്ച് കൊടുക്കാം. കോളിഫ്ലവറിൽ നല്ലപോലെ പിടിക്കണം കേട്ടോ എല്ലാ മസാലയും. അതുകൊണ്ട് കൈ കൊണ്ടൊന്ന് വൃത്തി ഇളക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്ന് ചേർത്ത് യോജിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ ഇടന്ന് ബുദ്ധിമുട്ടുന്ന ഒരു കിറ്റാച്ചിയോ ഒരു JCB വിളിച്ച് നല്ലപോലെ ഒന്ന് കോരി ഇളക്കെന്ന് പറഞ്ഞു. എന്നെ കളിയായിക്കൊണ്ട് നിൽക്കരുത് കേട്ടോ. ഞാൻ പിന്നെ മസാല എല്ലാം ഈ പൂജാത്തോട്ടൊക്കെ മസാല നല്ലപോലെ തന്നെ തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അവർ കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് വരണമല്ലോ. അതുകൊണ്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ ചൂടായി അതിലോട്ട് നമുക്ക് ഓരോരോ പീസായിട്ട് എടുത്തിട്ട് കൊടുക്കാം. മൊത്തത്തോടെ വാരി ഇടണമെങ്കിൽ പണി കിട്ടും കേട്ടോ. കാരണം എല്ലാം കൂടി സെറ്റായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒറ്റ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് കേശുവിന് ഞാൻ ആവശ്യമുള്ളതുപോലെ ചിക്കൻ്റെ കാല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്നും ചിക്കൻ്റെ കാലിന് വാങ്ങുമ്പോഴൊക്കെ ചിക്കൻ്റെ കാലിന് അടിയാണ്. അപ്പോൾ ഇന്ന് ഇഷ്ടമുള്ള പോലെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പൂല് കൂടി ചെറിയൊരു തണ്ടുണ്ടല്ലോ. അപ്പോൾ അതവനത് ചിക്കൻ്റെ കാലെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ അവന് കൊടുത്ത് അവൻ എന്നെ തല്ലി കൊന്നില്ലെങ്കിൽ അടുത്ത വീഡിയോയുമായി കാണാം കേട്ടോ. ഇനിയൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ അവൻ്റെ കൈ കൊണ്ട് ഞാൻ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. അവൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ ചിക്കൻ്റെ കാല് കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോൾ ഞാൻ എണ്ണയ്ക്കകത്തിന് കോരിയെടുക്കും അപ്പോഴും കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ എണ്ണയിൽ കൊണ്ട മാക്സിമം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് അത്രയും സമയം ഇവിടെ കുറച്ച് നിന്നാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് മാക്സിമം എൻ്റെ ഇട്ട് കൊടുത്തത്. എല്ലാം ഒറ്റയായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ആവുകയൊന്നുമില്ല. നമ്മൾ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരുമിച്ച് മാറി ഇടണമെന്നുണ്ടെങ്കിൽ സെറ്റായി. ഇപ്പോൾ കേക്ക് പോലെ ആ കൊടുക്കാം ഫ്രൈ ചെയ്ത് വരുമ്പോൾ. എത്ര വരവെങ്കിലും ഓരോ ഇതിലും ഞാൻ വീണ്ടും മസാല നല്ലപോലെ കയറ്റിയായിട്ട് കൊടുക്കണത്. അപ്പോൾ ഏതാണ്ടൊരു പകുതി വേവായിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഏത് ഉത്സവം പറമ്പിൽ പോയാലും കല്യാണിക്ക് ഇത് അത്യാവശ്യമാണ്. ഉടനെ കോളിഫ്ലവർ വേണം. ഇത് ചേട്ടൻ നല്ലപോലെ കഴിക്കും, കല്യാണിയും കഴിക്കും. കുറച്ചുകൂടി മൊരിയട്ടേന്ന് പറഞ്ഞ് ഇട്ടിരിക്കുകയായിരുന്നു. എന്നാൽ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. കണ്ടോ, കേശു പറഞ്ഞത് തെറ്റാണോ? കറക്റ്റ് ചിക്കൻ്റെ കാല് പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞു കോഴിയുടെ ചിക്കനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ എന്തായാലും നമ്മളെ കോളിഫ്ലവർ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണവും കൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസ് ഒക്കെ അല്ലേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും കൊണ്ട് സാധിക്കും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പ്ലേറ്റും കൊണ്ട് വന്നോളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ
ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.